എവിടെ പോയി കിടക്കണു? ചേച്ചി, വണ്ടിയുടെ പണി തീർന്നിട്ടില്ല. എന്റെ മോന്റെ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാൻ ഒരുങ്ങി നിന്നതാ. ഇനിയിപ്പൊ ഞാൻ പോയി വരുമ്പോഴേക്കും അവിയല് പരിവ് റിയാലിറ്റി ഷോ തുടങ്ങൂലോ. എന്റെ കൃഷ്ണ, ഞാനിനി എന്താ ചെയ്യാ? എന്റെ സുമി ചേച്ചി, നിങ്ങൾ ഈ കാറ് ഡാൻസ് ഓടിക്കാൻ പറ്റാ ഇങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ടാവും. മോമല്ല കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നല്ലേ പറയണത്. പിന്നെ എന്തിനാ ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന കാശ്? എടാ കുമാരാ, നിനക്കറിയാഞ്ഞിട്ടാ. കാര്യം ആൾക്കാര് നോക്കുമ്പോ ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവ്? കാറുണ്ട്, വീടുണ്ട്, മക്കളാണെങ്കിൽ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറും മറ്റാണ്. നിനക്കറിയാവോടാ, ഈ കമ്പ്യൂട്ടറുകാർക്കൊക്കെ എപ്പോഴും വെപ്രാളാ. എപ്പോഴാ പണി പോണേന്ന് അറിയില്ല എന്നാ പറയണേ. പിന്നെ എനിക്ക് ഈ ടാക്സി വണ്ടി ഓടിക്കാതെ പറ്റുമോ? നോക്കട്ടെ, മേൽശാന്തിയെ ലൈനിൽ കിട്ടുമെന്ന്. ഹലോ, തിരുക്കുളത്ത് അമ്പലല്ലേ? ഓ അതെ, തിരുക്കുളത്ത് അമ്പലം തന്നെ. സുമതിയമ്മയാണോ? ആ അതെ, എനിക്ക് അമ്പലത്തിൽ വരാൻ കുറച്ച് അസൗകര്യമുണ്ട്. ചില വഴിപാടുകൾ നടത്തണമായിരുന്നു. അതിനെന്താ നടത്താനോ? സുകുമാരൻ 36 വയസ്സ്, ഉത്രം നക്ഷത്രം, ഒരർച്ചന, പിന്നെ പായസം. ഇന്നവന്റെ പിറന്നാളാ. പ്രസാദം വാങ്ങാൻ ഞാൻ എന്റെ ഡ്രൈവർ പയ്യനെ വിടാട്ടോ. സുമതിയമ്മ നേരിട്ട് പറയുന്നതായിരുന്നു നമുക്ക് പ്രിയം. നടക്കത് സുമതിയമ്മയെ കണ്ട് വഴിപാട് നടത്തുന്നതല്ലേ അതിന്റെ ഒരു സുഖം. ഇനിയിപ്പൊ ഇല്ലാതെ വെച്ചാൽ ഒരു വലിയ വഴിപാട് പോവും നടത്തിക്കൊള്ളാം. എന്നാ ശരി, വെക്കട്ടെ. അതെ സുമതി ചേച്ചി, നിങ്ങൾക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൽ എന്താണ്? ഇതൊക്കെ കണ്ടാൽ ആരാ വിളിക്കാത്ത? കുമാര, സത്യം പറഞ്ഞ ഞാനും ആലോചിച്ചതാ. എന്നെ കണ്ടാലും 10-21 വയസ്സേ പറയുള്ളെന്നാ തിരുക്കുളത്തെ മേൽശാന്തി പറയണേ. എടാ, നീ എന്റെ കൂടെ നിന്നാ ഞാൻ കേറാം. ആ കാര്യം ഞാൻ ഏറ്റ്. ഇനിയിപ്പോ റിയാലിറ്റി ഷോ കാണുകയും ചെയ്യാം. ഭഗവാനൊട്ട് പിണങ്ങുമില്ല. കൃഷ്ണ, എല്ലാം നിന്റെ ഇഷ്ടം.